നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഓർത്ത് നോക്കിക്കുക, ഏറ്റവും സ്നേഹിക്കുന്ന ആളെ ഓർത്ത് നോക്കിക്കുക. ആ വ്യക്തി നമ്മൾ ആഗ്രഹിച്ചു പറയുന്ന ഒരു കാര്യം അനുസരിക്കാതെ വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച് പെരുമാറിപ്പോയാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? നമ്മൾ സമ്മതിക്കുകയല്ല, നമുക്ക് ചിരിക്കാൻ പറ്റിയല്ല, അംഗീകരിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് ഇതാണ് വ്യവസ്ഥയുള്ള സ്നേഹം. ദൈവത്തിന്റെ സ്നേഹം വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ്. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്തൃ പ്രാർത്ഥനയ്ക്ക് പടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 38ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ചുള്ള വിചിന്തനം എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച് കൂടെ വരുന്ന ചില സഹോദരങ്ങളുടെ ഉള്ളില് ഒരു ചിന്ത കയറി വരുന്ന എൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. അച്ഛനിതിങ്ങനെ നീട്ടി കൊണ്ടുപോവുകയാണല്ലോ, എത്ര ഇത് നീട്ടിക്കൊണ്ട് പോകുന്ന, വേഗം കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കച്ച. സ്നേഹമുള്ള സഹോദരങ്ങൾ, അങ്ങനെ ധൃതി വെക്കരുത്. നമ്മൾ എത്രയോ നാളുകളായിട്ട് ദിവസവും അനേക പ്രാവശ്യം തത്ത പറയുന്ന പോലെ ചൊല്ലി ഈ പ്രാർത്ഥനയിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നിട്ടും ഈശോ ആഗ്രഹിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്നവരോട് മാറിയിട്ടില്ല നമ്മൾ. ഇനിയെങ്കിലും ഈ ഒരു വിചിന്തന പരമ്പരയിലൂടെ കടന്നു പോയിട്ടെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോ ആഗ്രഹിക്കുന്ന പോലെ അപ്പായി അറിയുന്നവരും ആ ഈ പ്രാർത്ഥനയിലൂടെ ജീവിതം കൊണ്ടുപോകുന്നവരോട് മാറണം. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ ധൃതി വെക്കാതെ നമ്മൾ കണ്ടുപോകും. സ്ഥലം അങ്ങനെ കൊണ്ടുപോകുന്നത് നിങ്ങളല്ലാതെ വിഷമത്തിലേക്ക് പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങോട്ട് നമ്മൾ പൂജിതമാകണമേ അപ്പാ, സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചവൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ആ അപ്പൻ്റെ സ്നേഹം നമ്മൾ അറിയണം എന്ന് പറയാറുണ്ടല്ലോ. ആ സ്നേഹത്തിൻ്റെ കണ്ടുകൊണ്ട് വരികയാണ്. പിതാവ് ആരാണെന്ന് ആരും അറിയുന്നില്ല എന്നുള്ള ഈശോ മുമ്പ് നമ്മൾ കണ്ടു. അപ്പം നമ്മൾ ദൈവത്തിന് ഒരിക്കലും വെറുക്കാൻ പറ്റുകയല്ല. നമ്മുടെ പാപമൊന്നും അവിടെ നോക്കുന്നില്ല, പാപമല്ല നമ്മളവിടുത്തെ വിഷയം എന്നൊക്കെ നമ്മൾ കണ്ടുവരുമ്പോൾ ഒരു ചിന്ത ആൾക്കാരുടെ ഉള്ളിൽ വേണം വരാം. തമ്പുരാൻ എത്ര പ്രാവശ്യം 490 പാപം ചെയ്താലും തമ്പുരാൻ വെറുക്കുകയല്ല, മാറ്റിവെക്കുകയല്ല, ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത്ര ഇഷ്ടംപോലെ പാപം ചെയ്യാവല്ലോ, ഒരു ശിക്ഷയില്ല, ഒരു പ്രശ്നവും ഇല്ലെന്നാണോ? അവൻ നരകമൊക്കെ പിന്നെ എന്നതാ? ദൈവം ശിക്ഷിക്കും എന്ന് പറയുന്നത് എന്താ? അതിനർത്ഥം എന്താ? ചിന്ത വരാം. അതിലേക്ക് വരുമ്പോൾ ശിക്ഷാവിധിയെക്കുറിച്ചും വചനം പറയുന്നുണ്ട്. അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. എവിടെയാണ് പറയുന്നത്? നമ്മൾ കണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷം 12:47 തിരുവചനം, എൻ്റെ വാക്കുകൾ കേൾക്കുന്ന വ്യക്തികൾ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല. കുറ്റം വിധിക്കുന്നില്ല. കാരണം ഞാൻ വന്നത്, പിതാവ് എന്നെ അയച്ചത് കുറ്റം വിധിക്കാനല്ല, ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ്. അതിനെ ചിന്തിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വിധിക്കാനല്ല, രക്ഷിക്കാനായിട്ടാണ് വന്നത് പറയുമ്പോൾ. അപ്പൊ എൻ്റെ വാക്ക് കേൾക്കുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, സ്വർഗത്തിലെ തമ്പുരാൻ തന്നെയാണ് ഈശ്വരൻ സംസാരിക്കുന്നത്. ഈ സ്വർഗത്തിലെ തമ്പുരാൻ നേരിട്ട് പരദീസയിൽ ആദ്യം ആദത്തോട് അവയോടും ചില വാക്കുകൾ പറഞ്ഞിരുന്നു. കൽപ്പന ഏതാണ്? ഈ വർഷത്തിന്റെ പഴം തിന്നരുത്, തിന്നു മരിക്കും. അന്ന് ആ ഒരൊറ്റ കൽപ്പന അത് കൊടുത്തിരുന്നത്. അത് കേട്ട വ്യക്തികള് പാലിച്ചില്ല, ലംഘിച്ചു. അതിന്റെ പേരിൽ ദൈവം എന്താ ചെയ്തത്? അവരെ വിധിച്ചില്ല. അവരെ പഴം പറിച്ച് എന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ നിൽക്കുമ്പോൾ അന്ന് വൈകുന്നേരം ദൈവമേ കർത്താവ് മക്കളെ എന്ന് ചോദിച്ചു വിളിച്ചുകൊണ്ട് വരുന്ന രംഗമാണ് 33-8 വാക്യത്തിൽ കാണുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു, അവരാണ് ഓടിയത്. കാരണം അവർക്ക് ഭീകരമായ ധാരണയായിപ്പോയി. അവിടെ അവർ പേടിച്ചോടി, വിളിച്ചിട്ട് വന്നില്ല. ദൈവത്തിന് മാറ്റമൊന്നുമില്ല. ദൈവത്തിന്റെ സ്നേഹം അതേപടി നിൽക്കുകയാണ്. അപ്പൊ അന്ന് ഒരു വാക്കായിരുന്നു, മോശ വഴി 10 വാക്ക് കിട്ടി, 10 കൽപ്പന. പിന്നെ ഈശോ വന്നപ്പോൾ 10 കൽപ്പന ഒത്തിരി വ്യാഖ്യാനിച്ച് മനോഹരമായിട്ട് ഒരുപാട് സുവിശേഷ ഉപദേശം കിട്ടിയിട്ടുണ്ട്. അത് മുഴുവൻ കേൾക്കുന്ന വ്യക്തികളെ പിന്നെ ഈശോ പറഞ്ഞത്, എൻ്റെ വാക്ക് കേൾക്കുന്ന വ്യക്തി അത് പാലിക്കുന്നില്ലെങ്കിലും ഞാൻ വിധിക്കുന്നില്ല. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഔന്നത്യമല്ല, ആഴം തിരിച്ചറിയണം. നമ്മൾ അനുഭവിക്കുന്ന, നമ്മളായിരിക്കുന്ന അവസ്ഥ എത്ര ദയനീയമാണ് തിരിച്ചറിയണം. ഒരു സ്കൂളില് ക്ലാസ്സില് ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറിൻ്റെ ഒന്ന് ഓഫീസ് വരെ പോകണം അത്യാവശ്യമായിട്ട്. അപ്പോൾ ടീച്ചർ പിള്ളേരുടെ എല്ലാം ഇന്ന പുസ്തകം എടുത്ത്, ഇന്ന പേജ് എടുത്ത്, ഇത്ര ചോദ്യം കണ്ടോ, അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് എഴുതിക്കുക എല്ലാവരും എന്ന് പറഞ്ഞു വർക്ക് കൊടുത്തു. എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ക്ലാസ് ലീഡറിൻ്റെ പக்கம் ചെന്നിട്ട് ടീച്ചർ പറഞ്ഞു, ആരും വെച്ച് ഉണ്ടാക്കരുത്, നോക്കിക്കോണം. തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ പ്രിൻസിപ്പൾ ക്ലാസ് എടുക്കുന്നുണ്ട്,
ഒച്ചട കയറി ഞാൻ വരാം. അങ്ങനെ ടീച്ചർ പുറത്തേക്ക് ഇറങ്ങി നടന്ന് സ്റ്റാഫ് റൂമിൽ വന്ന് കയറി. സ്റ്റാഫ് റൂമിലേക്ക് വന്ന് കയറുമ്പം കുറേ ടീച്ചർമാർ അവിടെ ഫ്രീ പീരീഡ് ആയിട്ടിരിക്കുന്നവരുണ്ട്. അപ്പോഴത്തെ എവിടുന്നോ പിള്ളേരുടെ ബഹളം കേൾക്കാം. അപ്പോൾ സ്റ്റാഫ് റൂമിലിരിക്കുന്ന ടീച്ചർമാർ ചോദിക്കുകയാണ്, എവിടുന്ന് പിള്ളേരുടെ ബഹളം, എത്ര നേരം ബഹളം ഇല്ലായിരുന്നല്ലോ, ആ ടീച്ചർ ഇങ്ങോട്ട് വന്നോ, ടീച്ചറിന്റെ ക്ലാസ്സിൽ പിള്ളേരാണ് ബഹളം ഉണ്ടാക്കുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അല്ലല്ല, എൻ്റെ ക്ലാസ്സിൽ പിള്ളേരെല്ലാം നല്ലപോലെ നിശബ്ദമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക, പിന്നെ ഭയങ്കര ബഹളം. അപ്പോൾ ഈ ടീച്ചർമാർ പറഞ്ഞു, അല്ലല്ല, ഇതുവരെ ബഹളം ഇല്ലായിരുന്നു, ടീച്ചർ വന്നില്ലേ, ടീച്ചർ പിള്ളേർ തന്നെയാണ്, അല്ലെന്നേ എൻ്റെ പിള്ളേരല്ല എന്ന് ഈ ടീച്ചർ പറഞ്ഞെങ്കിലും ഭയങ്കര ബഹളം കേട്ടപ്പോൾ സംശയം വന്നിട്ട് ഈ ടീച്ചർ വീണ്ടും തിരിച്ച് ക്ലാസ്സിലേക്ക് ധൃതി പിടിച്ചില്ലെന്ന് ചോദിക്കും. ചെന്ന് ക്ലാസ്സിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഇത് പിള്ളേരിങ്ങനെ ഭയങ്കര ബഹളം വെച്ചിട്ട് ഡെസ്കിന് മുകളിൽ കൂടെ ചാടുന്നു, ഡെസ്കിന് കീഴെ കൂടെ കയറി കാരെ പിടിച്ചു വലിക്കുന്നു, ഇങ്ങനെ ബഹളം ചാട്ടം എല്ലാം കൂടെ ക്ലാസ്സിൽ. ടീച്ചർ ഇത് വാതക്കിറക്കി ചെന്നിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. ടീച്ചർ ഉറക്കം വിളിച്ചു, എടാ വിട്ടാതിരിക്കുക, ആരായിരുന്നു, എവിടെ, ആരും കേൾക്കുന്ന പോലും ഇല്ല. ടീച്ചർ നേരെ ക്ലാസ്സിലേക്ക് പിന്നെ കയറി ചെന്നിട്ട് മേശപ്പുറത്തോട്ട് കൊട്ടുകൂട്ടിട്ടോട്ട് അടിച്ചിട്ട് അപ്പോൾ പിള്ളേരെല്ലാം അവിടെ നോക്കി, ടീച്ചർ എല്ലാം പമ്മിയിരുന്നു. ഈ പിള്ളേരോട് ടീച്ചർ എന്തായിരിക്കും ഇവരെ പറയാൻ പോകുന്നത്? നമുക്ക് ഊഹിക്കാമല്ലോ. എടാ, അല്ലെങ്കിൽ ഇല്ലേ, നല്ലൊരു വഴക്ക് വരുന്ന കാര്യം, താൻ പറഞ്ഞ വാക്കുകൾ കേട്ട കുട്ടികളത് പാലിച്ചില്ല, പാലിക്കാത്തത് കൊണ്ടോ നിങ്ങൾ പറഞ്ഞ കേൾക്കാത്തവരോട് അനുസരണമില്ലാത്തവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുകയാണ്. ടീച്ചറിന് പള്ളിക്കുടുത്തി പറയാൻ കുറച്ച് പരിമിതി ഉണ്ടാവും. വീട്ടിലെ രംഗം ഓർത്ത് നോക്കി, ഒരു ദിവസം വൈകുന്നേരം പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് രണ്ടു പിള്ളേർ, പപ്പ ജോലിക്ക് പോയിട്ട് വരുന്നേ ഉള്ളൂ, അമ്മ വീട്ടിലുണ്ട് വിചാരിക്കുക. പിള്ളേരെ വന്ന് കാപ്പി കുടിച്ചു, കളിയൊക്കെ കഴിഞ്ഞ് കുളിച്ചു, പിന്നെ കുരിശ് വരയ്ക്കാനുള്ള സമയമാകുന്നു. അപ്പോൾ അമ്മ പറയുകയാണ്, മക്കളെ ഇത് ഹോംവർക്ക് ചെയ്തു, കുരിശ് വരയ്ക്കാൻ പപ്പ വരും. ഉടനെ പിള്ളേരെല്ലാം ഇരുന്നുകൊണ്ട് ഹോംവർക്ക് എല്ലാം ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം മമ്മി പറയുകയാണ്, ഞാൻ കുളിച്ചിട്ട് വരാം. മൂത്ത കൊച്ചിനോട് പറഞ്ഞു, എടി ആരും ടി വി ഓണാക്കരുത്, മൊബൈൽ ഫോണിൽ എടുത്തേക്കരുത്, ഇരുന്ന് എഴുതിക്കൊണ്ട് വായിച്ചോ, ഒച്ചുണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് അമ്മ കുളിക്കാനായിട്ട് പോയി കുളിമുറിയിൽ പോയി കയറി കുളിക്കാൻ തുടങ്ങിയ ഷവറൊക്കെ ഓണാക്കി കുളിക്കാൻ തുടങ്ങിയപ്പോഴുണ്ട് ടി വി ഓണായി. ഓട്ടോമാറ്റിക്കല്ല, എങ്ങനെ ഓണായി? പിള്ളേർ ഓണാക്കി. ടി വി ഓണാക്കി ഉറക്കെ ഒരു ചാനൽ വെക്കുന്നു, അവിടെ മാറ്റി വേറെ ചാനൽ വെക്കുന്നു, അവിടെ വേറെ തിരിച്ച് പിള്ളേർ അങ്ങോട്ട് ഒച്ച വെക്കും. ഇത് കേട്ടുകൊണ്ട് കുളിമുറ ഇരുന്നുകൊണ്ട് മമ്മി വിളിക്കുകയാണ്, എടി ആരാ ടി വി ഓണാക്കിയത്, നിർത്ത്. അപ്പൊ ഇത് ഭയങ്കര ഒച്ചയിലാണ് ടി വിയുടെ സ്ഥലം. അവിടെ മമ്മി ഷവർ ഓഫാക്കി. ശരിയാ, ടി വിയുടെ സ്ഥലം തന്നെയാണ്. പിന്നെ എടി ടി വി നിർത്താൻ, ആരാ ഓണാക്കിയത്, ഇത് പഠിക്കാൻ പറഞ്ഞില്ലേ? എവിടെ പിള്ളേർ കേൾക്കുന്നില്ല, അവരിങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ട് ടി വി ഓണാക്കി ഇഷ്ടപ്പെട്ട ചാനൽ കാണുകയാണ്. മമ്മി എല്ലാം നേരെ നോക്കിയുണ്ട്. കുടിച്ചോണ്ടിരിക്കുക, ഇറങ്ങി വരാൻ പറ്റുമോ? അടുത്ത മമ്മിയുടെ ഒരു ഡയലോഗ് കുളിമുറി ചെയ്യുന്നതുകൊണ്ട് എന്തായിരിക്കും എന്നറിയാമല്ലോ, ഇത് കൂട്ട് എന്തായിരിക്കും പറയാറിയാലോ. എന്ന കാരണം താൻ പറഞ്ഞ വാക്കുകൾ കേട്ട കുട്ടികൾ അത് പാലിച്ചില്ല, അതുകൊണ്ട് ഇങ്ങനെ ശപിച്ചും പ്രാഗിയും പോവുകയാണ്. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ദൈവം എന്താ ഈശോ പറഞ്ഞത് കണ്ടോ, എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ അത് പാലിക്കുന്നില്ലെങ്കിൽ ഞാൻ വിധിക്കുന്നില്ല. ഇത് പറയുന്ന നസ്രത്തിലെ അച്ഛനായ ഈശോ എന്ന റബി മാത്രമല്ല, സ്വർഗത്തിലെ പിതാവ് എന്നിൽ വസിച്ച് തൻ്റെ വാക്കുകൾ പറയുന്നതാണ്. നോക്കിക്കേ, നമ്മുടെ പിതാവ് ആരാ നോക്കിക്കേ, സ്വർഗത്തിലെ തമ്പുരാൻ. അവിടുന്ന് വർദ്ധിസായി കൊടുത്ത വചനം, മോശ വഴി തന്ന കൽപ്പനകൾ, ഈശോ വഴി വിശദമായിട്ടുന്ന കൽപ്പനകൾ, ദൃശ്യയുടെ കൽപ്പനകൾ എല്ലാം കേട്ടിട്ടും നമ്മളത് മുഴുവനും പാലിക്കാതെ പോയാലും ജീവിക്കുന്ന കണ്ടാലും ഒരിക്കലും നമ്മളെ കുറ്റം വിധിക്കാതെ, വെറുക്കാതെ, ശപിക്കാതെ, പ്രാകാതെ പിന്നെയും നമ്പരത്തോടെ സ്നേഹിച്ച് 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 പുറകെ വന്ന് ഒപ്പം വന്ന് മോനെ മോനെ മോളെ മോളെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരപ്പൻ, ഒരു പിതാവ് നമുക്ക് തിരിയുന്നുണ്ടോ? ഇങ്ങനെ നമ്മളൊക്കെ ഈ പറഞ്ഞ ടീച്ചറിൻ്റെ അനുഭവം അല്ലെങ്കിൽ വികാരം, ക്ഷോഭം, ഈ മമ്മിയുടെ ക്ഷോഭം, കുളിമുറിയിൽ ഇതൊക്കെ നമ്മൾ നിരന്തരം അനുഭവിക്കുന്നവരാണ്. രണ്ട് രീതിയിൽ. ഒന്ന്, നമ്മളിത് കേട്ടിട്ട് ഒത്തിരി, നമ്മുടെ അപ്പം വഴി, അമ്മ വഴി, അധ്യാപകർ വഴി, വികാരിച്ച വഴി, ഇതെല്ലാം വ്യവസ്ഥയുള്ള സ്നേഹമെന്ന് പറയും. അവർ പറയുന്ന പോലെ നമ്മൾ അനുസരിച്ചാൽ അവരുടെ സ്നേഹം നിറഞ്ഞ് തുളുമ്പും. അവർ പറഞ്ഞ് വിരുദ്ധപ്പെട്ട് നമ്മൾ പോയാൽ അപ്പോഴേ അവരുടെ മുഖം മാറും, രീതി മാറും, വഴക്കായി വഴക്കമായി. വേണ്ടാത്ത വഴിക്ക് മക്കൾ പോകുന്നത് കാണുമ്പോൾ ഈ വഴി കൊണ്ട് ഇനി നീ പോയാൽ, ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ ഇറങ്ങി പോക്കണം, ഇനി ഇങ്ങനെ ഒരു എനിക്കില്ല, മോൻ എനിക്കില്ല എന്ന് ചിന്തിക്കും എന്ന് പറഞ്ഞ് വീട് കഥ കൊട്ടിയടച്ച് മക്കളെ പുറത്താക്കുന്ന കാരണന്മാർ പോലും നമുക്കില്ലേ? ഇപ്പം നമ്മൾ തന്നെ അനുഭവിച്ചിട്ടില്ലേ? അപ്പം നമ്മളിതാ അനുഭവിച്ചിരിക്കും. ഇതെല്ലാം വ്യവസ്ഥയുള്ള സ്നേഹമാണ്. വ്യവസ്ഥ വെച്ച്
സ്നേഹിക്കുന്നു. നമ്മൾ ഇത് തന്നെ കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ കൂടെയുള്ളവർക്കും ചുറ്റുമുള്ളവർക്കും. നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു അധികാര സ്ഥാനത്തുള്ള വ്യക്തിയെന്ന് ഓർത്ത് നോക്കുകയും ഏറ്റവും ഒത്തിരി സ്നേഹിക്കുന്ന ഒരാൾ അധികാര സ്ഥാനത്തുള്ള അല്ലാത്തതും ആ വ്യക്തി നമ്മോട് ആവശ്യപ്പെടുന്നതും പറയുന്നതും നമ്മൾ പ്രതീക്ഷിക്കുന്നതും അതിന് വിരുദ്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താലോ അപ്പോഴേ വ്യക്തിയുടെ മുഖം മാറും, സ്നേഹമൊക്കെ പോകും, സന്തോഷമെല്ലാം മാറും, ബഹളമാകും, ഒച്ച വെക്കും, വഴക്കടിക്കും, പിണങ്ങും, മിണ്ടിയന ഇറങ്ങിപ്പോകും, എല്ലാം കാണിക്കും. വ്യവസ്ഥയുള്ള സ്നേഹം നമുക്ക് കിട്ടുന്ന മുഴുവൻ സ്നേഹം അങ്ങനെയാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന സ്നേഹം ഇത് തന്നെയാണ്. നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഓർത്ത് നോക്കിക്കുകയും ഏറ്റവും സ്നേഹിക്കുന്ന ആളെ ഓർത്ത് നോക്കിക്കുകയും ആ വ്യക്തി നമ്മൾ ആഗ്രഹിച്ച് പറയുന്ന ഒരു കാര്യം അനുസരിക്കാതെ വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച് പെരുമാറിപ്പോയാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? നമ്മൾ സമ്മതിക്കുകയല്ല, നമുക്ക് ചിരിക്കാൻ പറ്റിയല്ല, അംഗീകരിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് ഇതാണ് വ്യവസ്ഥയുള്ള സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു നോക്കിയിട്ടല്ല അവിടുന്ന് നമ്മൾ സ്നേഹിക്കുന്നത്. ഇപ്പോൾ യോഹന്നാൻ 12:47 വാക്യത്തിന് ആഴം ഓരോ മനസ്സിലാക്കിയിട്ടേക്കണം. അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ വന്നൊരു കാര്യം അനുസരിച്ച് ചിന്തിക്കാം. അപ്പം ഇങ്ങനെ എത്ര പ്രാവശ്യം ചെയ്താലും ഒരു ശിക്ഷാവിധി ഇല്ലെന്നാണോ? ഒരു ശിക്ഷാവിധി ഉണ്ട്. അതെന്താണ്? ദൈവം ശിക്ഷിക്കുന്നതല്ല, നമ്മൾ തന്നെ ഇങ്ങനെ വഴിതെറ്റി പോവുക വഴി വരുത്തി വെക്കുന്ന ഒരു ദുരന്ത അനുഭവമാണ് ശിക്ഷാവിധി എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത സെഷൻ അതേപ്പറ്റി ചിന്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവാദം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.